ഞങ്ങൾ എന്ത് ചെയ്യും ചന്ദ്രേട്ട? 4-5 ആൾക്കാർ കത്തിയും കടാരും തോക്കായിട്ട് വന്ന് അവര് പറഞ്ഞ കേൾക്കാതിരിക്കാൻ പറ്റുമോ? ഗിരിയാടെ കൊല്ലടാ എന്നെ, കുത്തി കൊല്ലടാ. നിന്റെ കൈ കൊണ്ട് ചത്താ മതി എനിക്ക്. അത്രയ്ക്ക് ദ്രോഹമാണാ ഞാൻ ചെയ്തത്. നന്ദിയില്ലാതെ തെണ്ടി പട്ടിയാ ഞാൻ. എല്ലാം നശിപ്പിച്ചടാ. എന്നെ ഒന്ന് അടിക്കെങ്കിലും ചെയ്യടാ. എനിക്ക് കേക്കണ്ട. ചതിക്കാടാ നീ ചെയ്തത്. അതേടാ, ചതിയാടാ ഞാൻ ചെയ്തത്. അത്രയ്ക്ക് തന്നില്ലാത്തവനാണാ ഞാൻ. അറിഞ്ഞുകൊണ്ട് പെടുകയായിരുന്നില്ല നീ. ഒരു സെറ്റ് ഇപ്പോഴും കൃത്യമായിട്ട് ഒപ്പിക്കാൻ അറിയാത്ത നീ ഇത്രയും വലിയ കളി നടക്കുന്നിടത്ത് ഒന്ന് കളിക്കാന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലാവണില്ലത്. എനിക്കും മനസ്സിലാവണ്ടടാ. പറ്റിപ്പോയടാ. ലോഡിറക്കി മര്യാദക്ക് കിടന്നുറങ്ങി രാവിലത്തെ ട്രിപ്പ് പോയാ മതി. ഇതിവിടെ വന്ന് എന്തെങ്കിലും തിന്നും കുടിച്ച് പോവാന്ന് കരുതി. അപ്പോഴാ ഗോപാൽജിയെ കണ്ടത് ക്ലബില്. ചീട്ടി തൊടുന്ന കാര്യം ആലോചിച്ചിട്ട് പോലും ഇല്ല. പിന്നെ പെറ്റി നിൽക്കല്ലാണ്ട് കളിയുടെ ജ്വരം എനിക്കില്ലല്ലോ. ഒരു തമാശക്ക് കളിച്ചാളാ ഞാൻ. വെറും നമ്പറും മോഡലും പറഞ്ഞ് വാക്കലാൻ പറ്റ്. 24 മണിക്കൂർ കൊണ്ട് നമ്മള് 3 ലോറികള്. നീ ആരോടെ കളിച്ച്? ഗോപാലിനോട്. അവനിപ്പോ എവിടെ ഉണ്ട്? ക്ലബിലുണ്ട്. ചതിയനാളാ ചതിയൻ. എന്നെ കുഴിയിൽ ചാടിച്ചതാ പന്നി. ഒരു അരക്കുപ്പി റമ്മ് കിട്ടോടാ. അരക്കുപ്പിയല്ല, എത്ര രൂപ വേണം നിനക്ക്? ചീട്ടുകളി നാശത്തിന്റെ കളിയാ. പക്ഷെ അതിലൊരു സത്യമുണ്ട്. കളിയിൽ സത്യക്കേട് കാണിച്ച കളി പിന്നെ ചീട്ടുണ്ടാവില്ല. ठीक है? बिल्कुल. इधर डिस्कवरी ऑफ इंडिया, मल्टीनेशनल कोलैबोरेशन. ओ सरदार जी, रॉबर्ट इधर आओ ना. കയ്യിൽ കായും ചങ്കൂറ്റും ഉള്ളവർ കളിച്ചാ മതി. 2001 മോഡൽ ടാറ്റ TN 47D 559 നാഷണൽ പെർമിറ്റ്. चंद्रगिरी लोरी ट्रांसपोर्ट TN 41J 8871 टाटा नेशनल परमिट. रॉबर्ट बाजी लगाना यार. ये तो बड़ा गेम है, मैं नहीं खेल रहा. കൈ കാശിലെ എഴുന്നേറ്റ് പോടോ. നീ ചീട്ട് തുറക്കടാ. ഒരു ലോറി കൂടി വെക്കുന്നു. TN 47E 3490 അശോക് ലേലൻഡ് നാഷണൽ പെർമിറ്റ്. വയ്ക്കണ ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ വിട്ടു. എന്നാ പിടിക്കടാ. കളിക്കാൻ വന്ന ചീട്ട് കളിക്കാൻ വന്ന ഞങ്ങളല്ല മുതലാളി. മുടിഞ്ഞു പോകും. നീയല്ല, നിന്റെ മുതലാളി എന്നെ പോലെ മുടിഞ്ഞു പോകും. നീ പോടാ. हेलो, चंद्रगिरी लोरी ट्रांसपोर्ट TN 1C 3210 अशोक लेलैंड. ഒരു സ്മോൾ. എന്താ ടെൻഷൻ ഉണ്ടോ? ഒരു ടെൻഷനും ഇല്ല. നിനക്കാ ടെൻഷൻ. നീ ധൈര്യമായിട്ട് കളിക്കടാ. ഞാൻ ഉണ്ടടാ പിന്നില്. ഇനി വണ്ടി വെക്കുന്നെങ്കിൽ സെയിൽ ലെറ്റർ വേണം. സെയിൽ ലെറ്റർ വേണം. സെയിൽ ലെറ്റർ റെഡിയാ. ആണാണ് നീ ഒന്ന് കൊണ്ടുപോയ ഒരു സെയിൽ ലെറ്റർ. കൊള്ള തുറക്കാണ്ട് ചീട്ടിടാൻ പറയടാ. കള്ള നായിന്റെ മോനെ വിടുവൊന്നില്ല നിന്നെ. നീ ചീട്ടിട മോനെ. പാർട്ടി മാങ്താ. എന്ത് പച്ചർന്ന കളിയാണാ കളിക്കണേ. നാണക്കേട്. വലിയ കൊമ്പത്തെ കളിക്കാർ വന്നിരിക്കുന്നു. എന്റെ പുതിയ ലേലന്റ് പോയല്ലോ ദൈവമേ. കളിക്കറിയില്ലേ, വിട്ടിട്ട് പോടാ. ചന്ദ്രഗിരി ലോറി ട്രാൻസ്പോർട്ട് 7 ലോറികൾ. എന്ത് കോപ്പാണോ ഉള്ളേ? എല്ലാം പൊയ്ക്കോട്ടെ.
എനിക്ക് നിന്നെ മാത്രം മതിയടാ. വിടാ, പട്ടി. ചീട്ട് തന്നു, ചീട്ട് കൊണ്ടുപോയി. നമ്മളെ കൊണ്ടുപോട്ടാ, കൊണ്ടുപോടാ. എന്നെ വെക്ക്, നിന്നെ വെക്ക്, പ്രേമനെ വെക്ക്, എല്ലാരെയും വെക്ക്, എല്ലാരെയും വെക്ക്, എല്ലാരെയും വെക്ക്. നിങ്ങൾ ആർക്ക് വേണം? അല്ലെങ്കിൽ തന്നെ ഇവിടെ ജോലിക്കാർ കൂടുതലാ. ആ പെണ്ണിനെ വെക്ക്, നോക്കാം. അവളെ വെച്ചാ പകരം 7 ലോറി വയ്ക്കോ നീ? വെക്കും. വച്ചിരിക്കുന്നു. മൂത്രം ഒഴിക്കണം, മൂത്രം. ചന്ദ്രികയിലലിയുന്ന ചന്ദ്രകാന്തം, നീലവാന് അറിയുന്നു ചന്ദ്രകാന്തം, വയ്ക്കം കായലിലോളം തുള്ളു എന്റെ മാരനെ മാരനെ. ഞാൻ വിളിച്ചു, നീ നല്ല ഉറക്കം. എനിക്ക് ഉറങ്ങാൻ പറ്റണില്ലടാ. അതുകൊണ്ടാണോ നീ പാട്ട് പാടി? പാട്ടോ? എന്ത് പാട്ട്? ഒരു 5000 രൂപ പോയാ നീ 3 ദിവസം കരയും. 7 ലോറി പോയിട്ട് നീ പാട്ട് പാടുന്നു. നിന്നെ ചതിക്കാറുണ്ടല്ലടാ. നീ എന്നെ കൊന്നോ? ഞാൻ ചതിച്ചു എന്ന് പറഞ്ഞാലും ഭേദം ചാവളാണ്. നിനക്കത് വേണ്ടല്ലടാ. നീ അവളായിട്ട് സൂചിച്ച് വാഴുമല്ലടാ. എടാ പ്രേമ, പ്രേമ, ചന്ദ്രേട്ടൻ വന്നെന്ന് തോന്നുന്നു. ചന്ദ്രേട്ടനെവിടെ? നീ സമാധാനമായിട്ടിരിക്കണം. അവനൊരു അപകടം പറ്റി. പഞ്ചാബികള് അവനെ കുത്തി. അവനെ കുത്തി. അതോടെ ചത്താ മതിയായിരുന്നു. 6 മാസം ആശുപത്രി കട്ടില്, മരവിച്ച മനസ്സും മുറിവേറ്റ ശരീരവും. ഇന്ദ്രജിയെ പറ്റി പിന്നെ ഒന്നും അറിഞ്ഞില്ല. എവിടെ? ചെല്ലുന്നിടത്തും പോകുന്നിടത്തും കാടും നാടും ഒക്കെ തിരയുന്നുണ്ട്. ആരോട് ചോദിക്കും? മനസ്സ് പറയുന്നു എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. ഒക്കെ നീയാ കാരണം. നിനക്ക് വേണ്ടി എല്ലാം ചെയ്തു. തുലിവിളിപ്പിൽ വീണുപോയി. പട്ടിയെ പോലെ പറഞ്ഞെല്ലാം ഞാൻ കേട്ടു. അവന്റെ കൊച്ചിനെ പെറാൻ വരെ ഞാൻ സമ്മതിച്ചു. എന്നിട്ട് നീ എന്നെ പറ്റിക്ക. ഇനി നിന്റെ വേട്ടലും കണ്ണീരും നിന്റെ അടുത്ത് ഇറങ്ങില്ല. എന്റെ
എന്റെ ശവത്തിലെ നിങ്ങൾക്ക് തൊടാൻ പറ്റൂ. ഞാൻ പറഞ്ഞതാ. ഒരിക്കൽ ഞാൻ ഈ കഴുത്ത് മുറിച്ചതാ, അറിയാലോ. നാശം കൊല്ലില്ല എല്ലാത്തിനെയും. പറഞ്ഞു തീർക്കാതെ ചെയ്യേ. എന്റെ കുഞ്ഞിനെ കൊല്ല്. ആരും നിങ്ങളെ തടയില്ല. നശിക്കാനായിട്ട് അതും പറ്റില്ലല്ലോ. ഇതിന്റെ വാ എന്തേലും കൊണ്ട് നടക്കി. ചന്ദ്രേട്ടാ, ചന്ദ്രേട്ടാ, എത്ര നേരെ അന്വേഷിക്കുന്നറിയോ? ദാസപ്പം വന്നിരുന്നു. നാളെ സെക്കൻഡറാബാദിനോട്ട് ലോഡ് പോണെന്ന്. ഇതിനാണോടാ വിളിച്ചു ചോദിക്കൊണ്ടു വന്നത്? അതല്ല ചന്ദ്രേട്ടാ, വേറെ കാര്യണ്ട്. ഈ പോക്കിന് നമ്മൾ ഹൈദരാബാദിൽ പോകും. ഹൈദരാബാദിൽ എന്താ? മാധുരിയുടെ ഓഫീസിൽ പോയി പണം തിരിച്ചു കൊടുക്കണ്ടേ? പിന്നെ മാധുരി പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടപ്പോ എനിക്കൊരു സംശയം. ഈ പഞ്ചാബി ട്രാവൽസ് ഉണ്ടല്ലോ, അത് 10 പേര് കൂടെ നടത്തണേ. അതിൽ ശരിക്കും പഞ്ചാബിയിലായിട്ടാകെ 4 പേരുള്ളൂ. അതിലൊരു ഗുർബച്ചൻ സിംഗ് ഉണ്ട്. അവന്റെയാണ് ചുവന്ന സ്കോർപ്പിയോ. നമ്മളെ വെടി വെച്ചത് ആ ചുവന്ന സ്കോർപ്പിയോ എന്നാ. അന്ന് ആക്സിഡന്റ് ആയപ്പോ അവിടെ ആ വണ്ടി ചന്ദ്രേട്ടനെ ഇടിച്ച് തെറിപ്പിക്കാൻ നോക്കിയതും ആ വണ്ടി തന്നെ. അവന്റെ പേരെന്താ പറഞ്ഞ? ഗുർബച്ചൻ സിംഗ്. അടിച്ചിരിക്കുമ്പോ മൂക്ക് ചുളി എത്ര. वो कौन है? गुरबचन सिंह, सत श्री अकाल। രാമുലു, ഇങ്ങോട്ടാ. അയ്യോ, എന്നെ കൊല്ലാൻ വന്നേ.
കൊല്ലല്ലേ കൊല്ലല്ലേ ഞാൻ അതിന്റെ കൂടെ പുറമല്ല എനിക്ക് വെള്ളം വേണ്ട പണവും വേണ്ട എന്റെ ജീവൻ എന്നെ വിടാ കൊല്ലരുതെന്നോ കൊല്ലരുതെന്നോ കൊല്ലരുത് അയാളെ കൊല്ലരുത്. അരുത്. നിങ്ങളുടെ ചോരയിലുണ്ടായ മോന് ഇവനെ ജനിക്കാൻ സമ്മതിച്ചു അയാള്. ഇവൻ നിങ്ങളുടെ കുഞ്ഞാണെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇവനെ ഓർത്ത് അയാളെ കൊല്ലരുത്. ഞാൻ മരിക്കാതിരുന്നതിന് വേണ്ടി മാത്രം എന്തെങ്കിലും നിങ്ങൾ വന്ന് ഏൽപ്പിക്കണം. അല്ലെങ്കിൽ ഇവൻ തനിയെ ആഹാരം കഴിക്കുന്നത് വരെ ഞാൻ ഉണ്ടാവണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചത്. നമ്മളിനി ഒരിക്കലും കണ്ടുമുട്ടില്ല. ഇവനെ സ്നേഹിച്ച് വളർത്തണം. ഒരു തെമ്മാടിയും ചീട്ടുകളിക്കാരനായി പോകാതെ നല്ല ആളാക്കണം. ഇന്ദ്ര, മരണക്കിടക്കുന്ന ഞാൻ നീറ്റ് വന്നത് നിനക്ക് വേണ്ടിയാ. നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. മൃഗത്തെക്കാൾ മോശമായ ഒരാണിൻ്റെ കൂടെ 1.5 കൊല്ലം കഴിഞ്ഞുള്ള ഞാൻ കാത്ത മാനം ലോകത്തൊരാളും വിശ്വസിക്കില്ല. അത് പറഞ്ഞു മനസ്സിലാക്കാൻ ഒരു പെണ്ണിനും കഴിയില്ല. എന്നെ മറന്നേക്ക്. ലോകം വിശ്വസിക്കണ്ട, ആരും വിശ്വസിക്കണ്ട. എനിക്കറിയാം നീ എന്റെ മാത്രം.